ഏൽപ്പിക്കുന്നു. ഇതെല്ലാം നല്ലോണം ഗ്രഹിച്ച് നല്ല ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ മഹത്വം ദൈവമേ, മാനവ മഹത്വം അങ്ങെടുക്കണമേ. സ്വർഗ്ഗസ്നായ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേക കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും പുതുതായി ജോയിൻ ചെയ്യുന്നവർ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ആമേൻ. കേൾക്കാമോ? കേൾക്കാം പാസ്റ്ററെ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ലാലു ജേക്കബ്, ഇതിന്റെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനും പാസ്റ്റർ ഷാജി കെ ഡാനിയൽ, മറ്റ് വേദിയിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാരെ, ദൈവവചനം പഠിക്കുവാൻ തക്കുന്ന ഉത്സാഹത്തോടു കൂടി കടന്നു വന്നിട്ടുള്ളതായ ദൈവജനങ്ങളെ കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ ലാലു പാസ്റ്റർ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് അല്പമായിട്ട് ഫ്ലൂവിൻ്റെയും മറ്റ് പ്രയാസങ്ങളും ശാരീരികമായുള്ള ക്ഷീണതകളും മറ്റുണ്ടായിരുന്നെങ്കിൽ തന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായിട്ട് വളരെ നന്ദിയുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ വളരെ ഭേദമുണ്ട്. പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സാധാരണ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ വരുന്നതായ വേളയിൽ ഏത് സമയത്താണെങ്കിലും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതായ മുൻവിധികൾ, പ്രജുഡീസ് എന്ന് പറയും, അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം വചനം കേൾക്കുന്നതായ വേളയിൽ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടേ ഇല്ല എന്നുള്ള നിലയിൽ വേണം നമ്മൾ പഠിക്കുവാൻ. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാനൊക്കെയുള്ളൂ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നായ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് സുവിശേഷ ദൂതിൻ്റെ സാരാംശം എന്തായിരിക്കണം എന്നുള്ളതായിരുന്നു. അതിൻ്റെ 6 ഭാഗങ്ങൾ പറഞ്ഞു. സത്യദൈവം ഒരുവൻ മാത്രം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാകുന്നു, പാപം എന്താണ് എന്നുള്ള അറിവ്, രക്ഷ അല്ലെങ്കിൽ പാപമോചനം യേശുക്രിസ്തുവിലൂടെ മാത്രം, ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. 6-മതായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാനസാന്തരം പാപമോചനത്തിന് ആവശ്യമാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീക്കില് മാനസാന്തരം എന്നുള്ളതായ പദത്തിന് സമാനങ്ങളായിട്ടുള്ള സിമിലറായിട്ടുള്ള 2 പദപ്രയോഗങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രാവശ്യമാണ്. ഒന്ന് മെറ്റാമെലോമായി, അനുദപിച്ചു എന്നുള്ളതായ പദപ്രയോഗം. രണ്ടാമത് മെറ്റനോയ അല്ലെങ്കിൽ മാനസാന്തരം എന്നുള്ളതായ പദപ്രയോഗം. അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം മെറ്റാമെലോമായി എന്ന് പറയുന്ന അനുദപിച്ചു എന്ന് പറയുന്ന ഇസ്കരിയോത്താവ് യൂദാവിന് അനുതാപമുണ്ടായിരുന്നു, മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ തൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടായില്ല. താൻ തൻ്റെതായിട്ടുള്ള പ്രതിവിധി കണ്ടുപിടിച്ച് കെട്ടിയാന്ന് ചത്തു കളഞ്ഞു. ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞതിന് ശേഷം താനും ദുഃഖിച്ചു, എന്നാൽ തനിക്ക് മാറ്റമുണ്ടായില്ല എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ ഒടുവിലായിട്ട് ചിന്തിച്ച ഭാഗം മെറ്റനോയ എന്നുള്ളത് മുടിയനായ പുത്രൻ എന്ന് നമ്മൾ സാധാരണ ടൈറ്റിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു ബോധം വന്നു, തനിക്ക് സുബോധം വന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ച് താൻ അത് അവസാനിപ്പിക്കുന്നില്ല, തിരികെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എഴുന്നു. താനൊരു ചെറിയ ഒരു നോട്ട് സ്പീച്ച് തയ്യാറാക്കിക്കൊണ്ടാണ് പോയത്. എന്നാൽ താൻ പറയാനിരുന്നതായ സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യാൻ കൊണ്ട് പിതാവ് അനുവദിച്ചില്ല. പിതാവ് തന്നെ സ്വീകരിച്ചു. ഇനി എൻ്റെ ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മത്തായിയുടെ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. ഉപമകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പാരബിൾ എന്ന് പറഞ്ഞാൽ ഒരു സത്യം വെളിവാക്കുന്നതിന് വേണ്ടി അതിൻ്റെ സൈഡിൽ പറയുന്നതായ ഒരു കഥയാണ്. അപ്പം ആ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈ മുടിയനായ പുത്രന്റെ കഥ മാത്രമല്ല, വേറെ 2 ഉപമയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത് എന്നാണ് എൻ്റെ ചോദ്യം. ലൂക്കോസ് 15-ാം അധ്യായത്തിലെ മുടിയനായ പുത്രൻ ആരാണ് എന്നാണ് യേശു അർത്ഥമാക്കിയത്. യേശു ഉപമ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വചനം പഠിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കണം. ഇത് ആരോടാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്, ഇത് നമ്മൾക്കുള്ളതായ ആപ്ലിക്കബിലിറ്റി, നമ്മുടെ പ്രായോഗികമായുള്ള കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാമാണ് നമ്മുടെ
വചനം പഠിക്കുമ്പോഴൊക്കെ കഥ പഠിച്ചത് മാത്രം പോരാ, ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ ആരോടാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസ് സുവിശേഷം 15:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾക്കാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രികളും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഓക്കെ, അപ്പം അവരോട് ഈ ഉപമ പറഞ്ഞത്, ആദ്യം ഒരു ഉപമ പറഞ്ഞു, രണ്ടാമത് വേറൊരു ഉപമ പറഞ്ഞു, പിന്നെ മൂന്നാമത്തെ ഉപമയാണ് മുടിയനായ പുത്രന്റെ കാര്യം. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ചുങ്കക്കാരും പാപികളും യഹൂദ കുലത്തിൽപ്പെട്ടതായ ആളുകളാണ്. അവരെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും എഴുതി തള്ളിയതാണ്. അവർക്ക് യാതൊരു ഹോപ്പും ഇല്ല. എന്നാൽ അങ്ങനെ അവരെ കർത്താവ് വന്നപ്പോൾ അവരുടെ അടുക്കൽ കർത്താവ് അവരെ സ്വീകരിച്ചു. അപ്പോൾ പരീശന്മാരും ശാസ്ത്രികളും അവര് സ്വയനീതീകരണം ചെയ്യുന്ന ആളുകളാണ്. അവരോട് യേശു ഈ ഉപമ പറഞ്ഞു. ഓക്കെ, ഇവിടെ കാണുന്നത് ഒന്നാമത്തെ ഉപമയില് അങ്ങനെ തന്നെ മാനസാന്തരം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കോസ് 15:7 അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റനോയ, അതായത് യഥാർത്ഥമുള്ള മാനസാന്തര കാര്യമുണ്ട്. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന വീണ്ടും മെറ്റനോയ എന്ന് പറഞ്ഞ പദപ്രയോഗമാണ്. ഒരു പാപിയെ ചൊല്ലി സ്വർഗം അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആട് എപ്പോഴാണ് മാനസാന്തരപ്പെട്ടത്? ആടിന് ഒരു മൃഗമാണ്, അതിന് ഇടയൻ അത് യേശുവാണ് എന്ന് നമുക്ക് അനുമാനിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവരെ തേടി പോയ കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് ഈ പരീശന്മാരോട് ശാസ്ത്രന്മാരോട് പറയുന്നത്. അവർ സ്വയമായിട്ടുള്ള നീതീകരണത്തെക്കുറിച്ച് ചിന്തിച്ച് അവർക്ക് അനുതാപമൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവരോട് പറയുന്നു, ഈ പാപി തിരിച്ചു വരുന്നതിൽ സ്വർഗം സന്തോഷിക്കുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യ 9-ും 9-ഉം 10-ഉം വാക്യങ്ങളിൽ അവിടെ ഒരു ദ്രഹ്മ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ കൂലിയാണ്. ആ ദ്രഹ്മ കളഞ്ഞു പോയ അത് പിടിക്കാൻ വേണ്ടി ആ സ്ത്രീ വളരെയധികമായുള്ള ശ്രമം നടത്തി. അത് കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തുകളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടി സന്തോഷിപ്പേൻ എന്ന് പറയും. വീണ്ടും 10-ാമത്തെ വാക്യത്തിൽ ഒരു തത്വം പറയുകയാണ്, അങ്ങനെ ഈ ദ്രഹ്മയും മാനസാന്തരപ്പെടാനൊക്കത്തില്ല. കാരണം ദ്രഹ്മ ഒരു ജീവനില്ലാത്തൊരു ഒരു ഒരു സാധനമാണ്. അവിടെ മാനസാന്തരത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ അവരുടെ സന്നിധിയിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നീടാണ് ഈ മുടിയനായ പുത്രന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. മുടിയനായ പുത്രന്റെ കാര്യത്തിൽ കർത്താവ് പറയുമ്പോൾ അവിടെ വേറൊരു കഥാപാത്രമുണ്ട്, സന്തോഷമില്ലാത്തൊരു കഥാപാത്രം. ആ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരനാണ്. അയാൾ ഈ പുറത്തു നിന്നതാണ്. അപ്പം കർത്താവ് ഈ കഥ 15-ാം അധ്യായം മൊത്തം പറയുന്നത് അവർക്ക് ശരിയായ നിലയിൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അവർ എപ്രകാരം അത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ആ അധ്യായം മൊത്തം മാനസാന്തരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാനസാന്തരം ആവശ്യമായിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. മാനസാന്തരം വേണ്ടാത്ത നിരസിച്ചു കളയുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വീണ്ടും നേരത്തെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗത്തേക്ക് കടന്നു പോകാം. മാനസാന്തരം ദൈവികമായുള്ള ദുഃഖത്താൽ ഉണ്ടാകുന്നു, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സംഗതിയല്ല. 2 കൊരിന്ത്യർ 7:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ മലയാളം മേധസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന കുഴപ്പമില്ല, ഞാൻ അത് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. അവിടെ മെറ്റമെലോമായി എന്നുള്ള പദപ്രയോഗമാണ്, മെറ്റനോയി അല്ല, മെറ്റമെലോമായി. ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്ക് ദുഃഖിച്ചു എന്ന് കാണുന്നതുകൊണ്ട് മുമ്പേ ഞാൻ അനുതപിച്ചു. അവിടെയും മെറ്റമെലോമായാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസ്. ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. 9-ാമത്തെ വാക്യം, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി മെറ്റനോയ ദുഃഖിച്ചതിനാലത്രേ.
അപ്പം രണ്ട് രീതിയിലുള്ള ദുഃഖത്തെക്കുറിച്ച് ഇവിടെ എട്ടാമത്തെ വാക്യത്തിലും 9 വാക്യത്തിലും പറയുന്നുണ്ട്. ഒന്ന് കേവലം അനുതാപം, രണ്ടാമത് മാനസാന്തരം. മാനസാന്തരത്തിനായി നിങ്ങൾ ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ ദുഃഖിച്ചത്. അപ്പം മാനസാന്തരം ഉണ്ടാകുന്നത് ദൈവഹിതത്താൽ ഉള്ളതായ ഒരു ദുഃഖമാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലെ BSI എന്ന് പറയുന്നത് 10 വാക്യത്തിലും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെയൊക്കെ കയ്യിരിക്കുന്ന ആ പുസ്തകത്തിൽ ഇപ്രകാരമാണ്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അവർ പരിഭാഷപ്പെടുത്തി ആകപ്പാട് കുളമാക്കിയത്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊക്കാത്ത നിലയിലാക്കി തീർന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അത് വായിച്ചാൽ അത്ര അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമുള്ള വാക്യമല്ല. ഇത് എൻ്റെ ഭാഷയിൽ ഞാനതൊരു ചെറിയ ഒരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്, തിരുത്തിയതല്ല. ദൈവഹിതപ്രകാരം ഉള്ള ദുഃഖം ഖേദിക്കുവാൻ ഇടവരാതെ വണ്ണം മാനസാന്തരം ഉളവാക്കി രക്ഷയിലേക്ക് നയിക്കുന്നു, ലോകപ്രകാരമുള്ള ദുഃഖമോ മരണത്തെയും ഉളവാക്കുന്നു. നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാമെങ്കിൽ ഇത് നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് ഒന്ന് മോഡിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ചില വാക്കുകൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കേവലം അങ്ങ് വായിച്ചു പോയാലൊക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കണം. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ചോദ്യം എന്ന് പറയുന്നത്, ദൈവം അനുദപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ഒന്നിനോട് ആൾക്കാർ ചോദിച്ചാണ്, ദൈവം അനുദപിച്ചു, ദൈവത്തിന് അങ്ങനെ അനുദപിക്കാനൊക്കുന്നത്? ഒരു കാര്യം ചെയ്തത് തെറ്റാണെന്ന് ബോധം വന്നെങ്കിലല്ല എങ്കിൽ മാത്രമേ നമുക്ക് അനുതാപമുള്ളല്ലോ. ദൈവത്തിന് അങ്ങനെ ആദിനും അന്തനുമായ ദൈവം, ആരംഭമുണ്ടാകുന്നതിന് മുമ്പേ സകലതും അറിയാവുന്ന ദൈവത്തിന് എങ്ങനെ അനുദപിക്കേണ്ട കാര്യം? യോനായുടെ പുസ്തകം 3-ാം 10 വാക്യത്തിൽ, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. അപ്പം ദൈവം അനുദപിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. യോവേൽ പ്രവചനത്തിൽ 3:10 പറഞ്ഞിരിക്കുന്നത്, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ. അപ്പം മാനസാന്തരം ഉണ്ടാകുന്ന ആ വേളയിൽ ദൈവത്തെങ്കിലേക്ക് ഉള്ളതായ ഒരു തിരിവ് ഉണ്ടായിരിക്കണം. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദിയുമുള്ളവനല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. അപ്പം ദൈവത്തിന് അനുതാപം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുവാൻ കൊണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ വേദപണ്ഡിതന്മാർ ഇതിന് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. അതിന് ആന്ത്രപ്പോമോർഫിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. ആന്ത്രപ്പോമോർഫിസം. ആന്ത്രപ്പോസ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം മനുഷ്യനാണ്. മോർഫെ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ചേഞ്ച് എന്നാണ്. ഇസം എന്ന് പറയുന്ന വാക്കിനർത്ഥം സ്റ്റഡി എന്നാണ്. ആന്ത്രപ്പോമോർഫിസം ഇത് 3 വാക്കുകളുടെ ഒരുമിച്ചുള്ളതായ ഒരു പദപ്രയോഗമാണ്. ആന്ത്രപ്പോമോർഫിസം. ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് ടു ഗാഡ് ടു എക്സ്പ്ലെയിൻ ഹ്യൂമൻ നേച്ചർ. ദൈവത്തിന് മനുഷ്യ സ്വഭാവം മതിച്ചുകൊണ്ട് മനുഷ്യന്റെ ചിന്താഗതികൾ വെളിപ്പെടുത്തുന്നതായ ഒരു രീതി, അതിനാണ് ആന്ത്രപ്പോമോർഫിസം എന്ന് പറയുന്നത്. ദൈവത്തിന് മനുഷ്യന്റെ രൂപവും സ്വഭാവവും ഉണ്ടെന്നുള്ളതായ സങ്കല്പം. കാരണം മനുഷ്യന് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ ഒരു പരിമിതി ഉണ്ട്. അതുകൊണ്ട് യഹോവയുടെ വലങ്കൈ, യഹോവയ്ക്ക് വലങ്കൈ ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അവന്റെ ദൃഷ്ടി മനുഷ്യപുത്രന്മാരെ കാണുന്നു. അപ്പം യഹോവയ്ക്ക് വലങ്കൈ ഉണ്ടോ? ഇളങ്കൈക്ക് എന്നാ അതിന് കുറവ് ഉണ്ടോ? ദൈവത്തിന്റെ ഇളങ്കൈക്ക് യാതൊരു സ്വാധീന കുറവുമില്ല. യഹോവയുടെ വലങ്കൈ എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഇതൊക്കെ ആളുകൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ പറയാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം മനുഷ്യന്
ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഒരു പരിമിതിയുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ, മറ്റുള്ളവർക്ക് ഗ്രഹിക്കത്തക്ക നിലയിൽ നമ്മൾ പറയുന്നതായ ഒരു പദപ്രയോഗമാണ് യഹോവയ്ക്ക് അനുതാപമുണ്ടായി, അല്ലെങ്കിൽ ദൈവത്തിന് അനുതാപമുണ്ടായി എന്നുള്ളതായ സംഗതി. നിങ്ങൾ എൻ്റെ വാക്കുകളുടെ പരിമിതിയിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കുന്നത്. ഓക്കെ, യോന ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, യേശു ശമര്യക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞു ദൈവം ആത്മാവ് ആകുന്നു. അപ്പം ദൈവത്തിന് ആത്മാവുണ്ടെങ്കിൽ ആത്മനിലത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ, നേരത്തെ ഈ സ്ലൈഡ് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഞാൻ ഈ ചുമപ്പ് ബാക്ക്ഗ്രൗണ്ടിലാക്കിയിരിക്കുന്നത് യേശു പറഞ്ഞതായ വാക്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ചുമപ്പിലാക്കിക്കുന്നേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആക്കുന്നേ ഉള്ളൂ. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതായത് ആത്മാവാകുന്ന ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ആത്മതലത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ ജഡത്തിൻ്റെ പരിധി കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ മനസ്സിൻ്റെ ലെവൽ കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ആത്മാവിൻ്റെ തലത്തിൽ കർത്താവിനെ ആത്മതലത്തിൽ ഒരു സമ്പർക്കത്തിൽ വരുന്നതിനെ മാത്രമേ നമുക്ക് ദൈവവുമായുള്ള ആത്മനിലത്തിലുള്ളതായ ഒരു ബന്ധം ഉണ്ടാകാനൊക്കെ ഉള്ളൂ. ആ നിലയിൽ ആരാധന നടക്കത്തുള്ളൂ എന്നുള്ള നിലയിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വേറൊരു ചോദ്യം വന്നത്, ഈ മാനസാന്തരം എന്ന് പറയുമ്പോൾ വ്യാജമായ മാനസാന്തരം ഉണ്ടോ എന്ന് എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു. അതിന് മറുപടി വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. നമുക്കറിയാം, ഈ കറൻസി നമ്മുടെ നാട്ടിലാണെങ്കിലും ഡോളറാണെങ്കിലും നിങ്ങളുടെ രാജ്യത്തെ, നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ കറൻസി ആണെങ്കിലും ജെനുവിനായിട്ടുള്ള കറൻസി ഉണ്ട്. കൃത്രിമമില്ലാത്ത നാണയത്തിൻ്റെ പകർപ്പായിട്ടാണ് വ്യാജന്മാർ കള്ള നാണയം അല്ലെങ്കിൽ കൗണ്ടർഫിറ്റ് ഉണ്ടാകുന്നത്. എവിടെ ജെനുവിനായിട്ടുള്ളത്, വാസ്തവമായിട്ടുള്ളതുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ കൗണ്ടർഫിറ്റ് ഉണ്ടാകും. ഞാൻ പലപ്പോഴും പറയും, 250 രൂപയുടെ ഒരു ബില്ലുണ്ടാക്കി ആരെങ്കിലും സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അത് വാങ്ങിയതില്ല. കാരണം 250 രൂപയുടെ ബില്ലുണ്ടോ? ഇല്ലെന്ന് എനിക്ക് തോന്നി. അപ്പൊ 250 രൂപയുടെ ഒരു കള്ളനാണയം ഉണ്ടാക്കി സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണുന്നതിന് അറിയാം അങ്ങനെ സാധനമില്ല. അപ്പോൾ അതിനൊക്കുന്നത് 2000-ൻ്റെയോ വല്ലതും കൗണ്ടർഫിറ്റ് നാണയം ഉണ്ടാക്കും. ഓക്കെ, വ്യാജന്മാരെ തിരിച്ചറിയുന്നതിന് അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്ന വിവേചനാത്മാവ്, ഡിസേൺമെന്റ് ഓഫ് ദി സ്പിരിറ്റ് എന്ന് കൊരിന്ത്യർ ലേഖന പുസ്തകമായ പൗലോസ് പറയുന്നുണ്ട്. അത് ആവശ്യമായിരിക്കുന്നു. അപ്പം മാനസാന്തരം ജെനുവിനാണോ വ്യാജമാണോ എന്നറിയുന്നതിന് വേണ്ടി നമുക്കൊരു പ്രത്യേക ദൈവികമായുള്ള കഴിവ് ആവശ്യമായിരിക്കുന്നു. ഓക്കെ, യേശു പറഞ്ഞ ഒരു മത്തായിയുടെ സുവിശേഷത്തില് 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ വായിക്കണം. ഇത് പലപ്പോഴും ഇത് തെറ്റായ നിലയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, കർത്താവ് പറഞ്ഞൊരു പദപ്രയോഗമാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. 22-ാമത്തെ വാക്യം, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവൻ എന്ന് തീർത്ത് പറയും. സാധാരണ പെന്തക്കോസ്ത് വിരോധികളായിട്ടുള്ള ആളുകൾ ഈ വാക്യം ഉപയോഗിച്ച് പറയുന്നത് ഇത് പെന്തക്കോസ്തുകാരായ നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതും നിങ്ങളാണ് വീരപ്രവൃത്തികൾ ചെയ്തെന്ന് പറയുന്നതും നിങ്ങളാണ് പ്രവചിക്കുന്നതും മറ്റും ചെയ്യുന്നത്. ഇതിന് മറുപടി പറയാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അല്ലാത്ത പെന്തക്കോസ്ത് പാസ്റ്റർമാരും മറ്റുള്ള ആളുകൾ തെറ്റായിട്ടുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്, യേശു അർത്ഥമാക്കിയത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ വേണ്ടിയല്ല വേദപുസ്തകം തന്നിരിക്കുന്നത്. അത് യേശു ഏതർത്ഥത്തിൽ അത് പറഞ്ഞു
എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. സന്ദർഭം, യേശു പറഞ്ഞതിൻ്റെ സന്ദർഭം എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റ് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മൾ കോൺ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളച്ചൊടിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ മറ്റതിന് വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പ്രീ ടെക്സ്റ്റ്, നമ്മൾ തന്നെ താൻ മുൻവിധിയോടുകൂടി പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും അതിനോടനുബന്ധിച്ച് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. 15ാമത്തെ വാക്യം ഇവിടെ തുടങ്ങുന്നതായ സമയം നമുക്കറിയാം, നമ്മുടെ മലയാളം ബാപ്റ്റിസ്റ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അതൊരു പാരഗ്രാഫ് വെച്ചാണ് തുടങ്ങുന്നത്. അതൊരു മൂലഭാഷയിൽ പാരഗ്രാഫ് വെച്ചൊന്നും അല്ല എഴുതിയിരിക്കുന്നത്, എന്നാൽ പാരഗ്രാഫ് വെച്ചിരിക്കുന്നത് പഠിക്കുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് 15ാമത്തെ വാക്യമാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരഗ്രാഫിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങളെല്ലാം ആരെ കുറിക്കുന്നതാണ്? കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുന്നതാണ്. പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുന്നതല്ല, വിശ്വാസികളെ കുറിച്ച് പറയുന്നതല്ല. ഓക്കെ, ഇത് നമ്മൾ പറയാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പറയുന്നത്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. ആടുകളുടെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കള്ളപ്രവാചകന്മാരായിട്ട് വന്നു കഴിഞ്ഞാൽ ഒക്കെ അവരെ സ്വീകരിക്കത്തില്ല. അതുകൊണ്ടാണ് ആടുകളുടെ വേഷം കെട്ടി വരുന്നത്. അതാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. ഹിപ്പോക്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് മാസ്ക്. പണ്ട് നാടകത്തിനും മറ്റും ഉപയോഗിക്കുന്നതിന് വേണ്ടി അന്നേ കാലയളവ് ഈ ഒരു മാസ്ക് അങ്ങ് ഇടും. ഇവിടെ ആടുകളുടെ മാസ്ക് ആണ് അവരിടുന്നത്, കള്ളപ്രവാചകന്മാർ. അവര് നിങ്ങളുടെ അടുക്കൽ വരുന്നു. 16ാമത്തെ വാക്യത്തിൽ അവരുടെ ഫലങ്ങളാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളാൽ, ജീവിതത്തിൻ്റെ അനന്തരഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അപ്പോൾ അവരെ ഡിസേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? കള്ളപ്രവാചകന്മാരുടെ ജീവിതത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട്. എന്നിട്ട് കർത്താവ് ഒരു റെറ്റോറിക്കലായിട്ട് ചോദ്യമുണ്ട്. റെറ്റോറിക്കൽ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നെഗറ്റീവായിട്ടുള്ള ഉത്തരം മാത്രമേ ഉള്ളൂ, മറുപടി മാത്രമേ ഉള്ളൂ. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറുപടി പറഞ്ഞ ഒരിക്കലും ഇല്ല. അതിൻ്റെ അർത്ഥം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? അവിടെ ഇല്ലാത്തൊരു ഒരിക്കലുമില്ല. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലവും കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞതിന് ശേഷം 19ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞതിന് ശേഷം നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. അപ്പം നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ആരാ? കള്ളപ്രവാചകന്മാരുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി കള്ളപ്രവാചകന്മാരാണെങ്കിൽ അവർ പറയുന്നതെല്ലാം കള്ളത്തരമായിരിക്കും, അല്ലേ? അവര് ചില കാര്യങ്ങൾ സത്യമായിട്ട് പറഞ്ഞാലും ആ പറഞ്ഞതെല്ലാം അതും കള്ളമായി തീരും. കാരണം അവര് ദൈവത്തിൽ നിന്നുള്ളവായതല്ല. ഓക്കെ, 20ാമത്തെ വാക്യത്തിൽ ആകയാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പോൾ ഡിസേൺമെന്റ് എന്ന് പറയുന്നത് ഒരാൾ മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്ന് നമ്മൾ വിവേചിച്ചറിയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഫലം കണ്ടുകൊണ്ടാണ്. അപ്പോൾ തെറ്റായ മാനസാന്തരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതായ മാനസാന്തരമുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് 21ാമത്തെ വാക്യം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് ഏവനുമല്ല. അത് ഞാൻ വായിക്കുന്നില്ല, വായിച്ചതാണ്. അന്ന് ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇനിയും ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ജനുവിനായിട്ടുള്ള ഒരു ദൈവപൈതലാണെങ്കിൽ, അവൻ കള്ളനായി പോയതാണെങ്കിൽ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് യേശു പറയുമോ? എന്നാൽ മറ്റൊരു കാര്യം, 40 പേര് എഴുതിയെന്ന് പറഞ്ഞാൽ ആ 40 പേരില് ഞാൻ എഴുതിയ പേരുകൾ ഇല്ലാതാണ് അവിടെ
നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ നിങ്ങൾ സൗണ്ട് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. അപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരോട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയത്തില്ല. അപ്പം പെന്തക്കോസ്തുകാരുടെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവമക്കളെ ഉള്ള ആളുകളെ കുറിച്ച് യേശു ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്ന് പറയാൻ തക്കണം. അല്ല, ചില ആൾക്കാർക്ക് വളരെ നിർബന്ധമുണ്ട് പെന്തക്കോസ്തുകാരെ കൊണ്ട് അടിച്ചേൽപ്പിക്കാനായിട്ട്. അവരോട് ചോദിക്കണം, ഈ പ്രവചിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുന്നവർക്ക് യാതൊരു രക്ഷയില്ലെങ്കിൽ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ രക്ഷയുണ്ടാകുന്നത്? നമ്മൾ പറയാനായിട്ട് ഒറ്റ ഒരു കാര്യത്തിന് മറുപടി പറയാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു മാർഗം ഉണ്ടായിരിക്കണം. പണ്ടൊരിക്കൽ ഞാൻ ഒരിടത്ത് ഡോർ ടു ഡോർ ഇവാഞ്ചലിസം പോയ വേളയിൽ അവിടെ ഒരാള് എന്നൊക്കെ പറഞ്ഞു, പെന്തക്കോസ്തുകാർ നിങ്ങൾ അന്യഭാഷ പറയുന്നവരാണോ എന്ന് ചോദിച്ചു. ഒരു അമേരിക്കാരനാണ്. അതെ, ഞാൻ പറഞ്ഞു ഞാൻ അന്യഭാഷ പറയുന്നതാണ്, അത് പിശാചിൽ നിന്നാണ്. ഓ, ഞാൻ പറഞ്ഞു ഐ ഡിഡ് നോട്ട് നോ ദാറ്റ്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളാരാ? ഞാനൊരു മിനിസ്റ്ററാണ്, ഇന്ന ചർച്ചിലെ മിനിസ്റ്ററാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, നിങ്ങൾ എന്തായാലും നല്ലൊരു മിനിസ്റ്ററാണല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് എൻ്റെ മേലുള്ളതായ ദുരാത്മാവിനെ അങ്ങടിച്ച് പുറത്താക്കാമെങ്കിൽ എനിക്ക് പിന്നെ അതില്ലാതെ എനിക്ക് മിനിസ്ട്രി സാക്ഷ്യം പറയാനൊക്കുമല്ലോ. അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അധികാരമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ വിമർശിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിട്ടുപോയി. അപ്പം നമ്മളോട് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് മറുപടി പറയാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, കള്ളപ്രവാചകന്മാരുടെ അവരുടെ ഫലങ്ങളാൽ വിവേചിച്ചറിയുന്നത് പോലെ ശരിയായ മാനസാന്തരവും കേവലം പ്രകടിപ്പിക്കുന്ന മാനസാന്തരവും തമ്മിലുള്ള വ്യത്യാസം നാം അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ പല ആളുകൾ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഈ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് സാഡ് സ്റ്റോറി ഒക്കെ പറഞ്ഞതിന് ശേഷം ആളുകളിൽ നിന്ന് പണവും മറ്റും ദൈവമക്കളിൽ നിന്ന് പണവും മറ്റും വായ്പയും മറ്റും വാങ്ങിച്ചിട്ട് പിന്നെ കടന്നു കളയുന്ന പല വീരന്മാരുണ്ട്. ഇവിടെ അമേരിക്കയിൽ നടന്നിട്ടുണ്ട്, നിങ്ങളുടെ അടുക്ക് മറ്റുള്ള രാജ്യങ്ങളിലും ഇത് നടന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ കെയർഫുള്ളായിട്ട് അങ്ങനെയുള്ള ആളുകളെ വിവേചിച്ച് അറിഞ്ഞിട്ട് വളരെ ബുദ്ധിയോടുകൂടി ചെയ്യണം. അല്ലെങ്കിൽ പറയും പെന്തക്കോസ്ത് പാസ്റ്റർമാർ വന്ന് പണം വെട്ടിച്ചുകൊണ്ട് പോയെന്ന് പറയും. അവർ പെന്തക്കോസ്ത് പാസ്റ്റർമാരല്ല, തനി കള്ളന്മാരാണ്, ശരിയായ മാനസാന്തരം വന്നിട്ടില്ലാത്ത ആൾക്കാരാണ്. അത് ജസ്റ്റ് ഒരു അഡീഷണൽ ഫുട് നോട്ടായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അത് വിവേചിച്ച് അറിയാൻ തക്കൊണ്ട് കഴിഞ്ഞിരിക്കണം. യേശുവിനെ രക്ഷകനായ ആക്കിയ ഒരു വ്യക്തിയോട് പോലും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് യേശു പറയുകയില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, എൻ്റെ ആടുകൾ, അതായത് ദൈവമക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ആളുകളെ വ്യക്തമായിട്ട് അറിയുകയും അവരുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നതായ കർത്താവാണ്. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അവ ഒരു നാളും, ഗ്രീക്കിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു പറഞ്ഞാൽ ഈ വിഷയത്തിൽ, അവരെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ ഞാനും പിതാവും ഒറ്റ മനസ്സോടുകൂടി ഒരുമിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യേശുവിനെ രക്ഷിതാവായി കണ്ടുമുട്ടിയതായ സന്ദർഭത്തിൽ നമ്മൾക്ക് തന്നിരിക്കുന്നതായ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ടുമുട്ടിയതായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ആരാണ് എന്നും നമ്മുടെ പിതാവായ ദൈവം എത്ര വലിയവനാണ് എന്നും നമ്മൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരിക്കണം. അതായിരിക്കണം നമ്മൾ മറ്റുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇത് നേരത്തെ ഒന്ന് ഞാൻ ടച്ച് ചെയ്ത് പറഞ്ഞതാണ്, അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് പറഞ്ഞതേ ഉള്ളൂ. മാനസാന്തരം അപ്പോസ്തലിക ഉപദേശമാണ്. പൗലോസിന്റെ ഉപദേശങ്ങളിലും യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ മുന്നോടിയായിട്ട് ദൈവികമായുള്ള മാനസാന്തരമുണ്ടോ എന്ന് കാണുന്നു.
അപ്പോസ്തല പ്രവർത്തികൾ 20-21 ഒരാൾക്ക് വായിക്കാം. എനിക്ക് എൻ്റെ തൊണ്ടയ്ക്ക് അല്പം റെസ്റ്റ് വേണമല്ലോ. ഉപദേശിക്കുകയും ചെയ്തുവെന്ന് ഇത് നോക്കി വായിച്ചാൽ മതി. ഈ സ്ക്രീനിലുള്ള വായിച്ചാൽ മതി. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം അതിന്റെ മുന്നോടിയായിട്ടുള്ളതാണ് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. മാനസാന്തരം ഒരു പ്രോസസ്സാണ്. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് നാം പോകുന്നു. അതിനുശേഷമുള്ളതാണ് അങ്ങനെ ഉള്ള ആളുകൾക്ക് യേശുക്രിസ്തുവിലുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും അത് യഹൂദന്മാർക്കും ജാതികൾക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു. എബ്രായർ 6:21 വായിച്ചാട്ടെ. അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലും ആ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. ഓക്കെ, ഇവിടെയും എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് മാനസാന്തരം ഉണ്ടായതിനു ശേഷമാണ് ദൈവത്തെങ്കിലെ വിശ്വാസം എന്ന് പറയുന്നത്. പിന്നീട് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, അത് ഇപ്പോഴും ഞാൻ അത് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം മാനസാന്തരം, പിന്നെ ദൈവത്തിങ്കിലെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിങ്കിലെ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും സാധാരണ ആളുകൾ ചോദിക്കാവുന്നതും ഇതിനെക്കുറിച്ച് തെറ്റായിട്ട് ചില അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതും, ഇത് വളരെ ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത് കേൾക്കണം. മനഃപൂർവ്വമായി പാപത്തിൽ തുടർന്നാൽ മാനസാന്തരപ്പെട്ട് തിരികെ കൊണ്ടുവരാൻ അസാധ്യം എന്ന് ഈ എബ്രായ ലേഖനം 6:4-6 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ 9ാമത്തെ വാക്യം, എബ്രായർ 10 അതിൻ്റെ റെഫറൻസ് നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. അത് പിന്നീട് ആ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുക. ഓക്കെ, ഇവിടെയാണ് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ വല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോകാപവാദം വരുത്തുന്നവരും ആകയാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ഈ ഭാഗങ്ങളും മറ്റും ഞാൻ ദീർഘവർഷങ്ങൾ ഞാൻ പഠിച്ചിരുന്നതായ പല കാര്യങ്ങൾ, അത് എൻ്റെ ഡോക്ടർ സ്റ്റഡീസിന് വന്നായ വേളയിൽ, ഹൈ റിസർച്ച് നടത്തിയ വേളയിൽ എനിക്ക് തിരുത്തേണ്ടിയിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് ആണ്, വേദപുസ്തക വ്യാഖ്യാനം. അപ്പം വ്യാഖ്യാനിക്കുന്നത് ഏത് പ്രിൻസിപ്പിൾ വെച്ചാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇത് വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലേഖനം എഴുതിയത് എബ്രായ വിശ്വാസികൾക്കാണ്. അതായത് യഹൂദന്മാരായുള്ള ആളുകൾ, അവരെ ഉദ്ദേശമാണ് പ്രധാനമായിട്ട്, നമ്മളെ ഉദ്ദേശമല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രധാനമായിട്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആശയങ്ങളുടെ സാരാംശം അത് ഈ ആദ്യമായിട്ട് ആരെ ഉദ്ദേശിച്ചാണ്, അവരെന്താണ് മനസ്സിലാക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. അവർ ചെയ്തിരുന്നത്, അന്ന് ദേവാലയം നശിപ്പിക്കുന്നതിന് മുമ്പാണ് ഈ കത്ത് എഴുതിയിരുന്നത്. അന്ന് ഈ യഹൂദ മതത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്നിട്ടുള്ള ആളുകളുടെ പ്രസംഗവും മറ്റും കേൾക്കാനായിട്ട് അവർ കടന്നു വരും. അവര് ഒരു ആത്മീയമായിട്ടുള്ള ഉത്തേജനമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ച ആകുന്നതിന് അവരോട് പോകുന്നറിയാമോ? അവരുടെ യഹൂദ ദേവാലയത്തിൽ അവിടെ പോയി ആരാധന കഴിക്കും. അങ്ങനെ തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ് പിന്നീട് പിന്നീട് എഴുതാനുള്ള കാര്യം ഇത് തന്നെയാണ്. അപ്പം അങ്ങനെ വന്നും പോയി ഇരിക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയാം, മറ്റുള്ള പട്ടത്തെ സഭകളിൽ നിന്ന് പല ആളുകളും പെന്തക്കോസ്ത് സഭകളിൽ വന്ന് ആരാധിക്കും. ഞായറാഴ്ച ആകുന്നതിനെ വീണ്ടും മറ്റടുത്ത് അവിടെ പോയി കുർബാന കൊള്ളും. ഞാൻ അവരോട് പറയാറുണ്ട്, ഒന്നുകിൽ നിങ്ങൾ പട്ടത്തെ സഭകളിലെ ആരാധനയാണ് തൃപ്തിയെങ്കിൽ അവിടെ നിന്നില്ല, അല്ലെങ്കിൽ ഇവിടെയാണ് സത്യമെങ്കിൽ ഇവിടെ നിന്നില്ല. എന്നൊക്കെ പറയാറുണ്ട്, അവിടെയും ഞങ്ങൾ കുർബാന കൊണ്ട്, നിങ്ങൾക്ക് പെന്തക്കോസ്തുകാർക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞ പെന്തക്കോസ്തുകാർ കുർബാനയില്ല. പെന്തക്കോസ്തുകാർക്കുള്ളത് തിരുവത്താഴമാണ്. തിരുവത്താഴവും കുർബാന ഒന്നല്ല. അവിടെ കുർബാന എന്ന് പറഞ്ഞാൽ യാഗം എന്നാണ്
ഞങ്ങൾ യാഗമല്ല, യാഗമർപ്പിച്ച ക്രിസ്തുവിനെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നതാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമേ മാർത്തോമായിൽ പോയിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മദ്രാസിൽ എനിക്ക് വിസയുടെ കാര്യത്തിന് വേണ്ടി പോയ വീട്ടിൽ താമസിച്ചൊരു മാർത്തോമാക്കാരുടെ വീട്ടിൽ അന്ന് എന്നൊക്കെ ചോദിച്ചു, ജോർജ് കുട്ടി ഞായറാഴ്ച ഇവിടെ വീട്ടിൽ ഇരിക്കുകയാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല, ആരാധനയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം. എന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ്. ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ചെറുപ്പത്തിൽ മാർത്തോമായി പോയിട്ടുള്ളത് എങ്ങനെയാണെന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ഒരു 2.5-3 മണിക്കൂർ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് എനിക്കുള്ളതായിട്ട് തോന്നിയില്ല. ഞാൻ കേൾക്കുന്നതെല്ലാം വളരെ വളരെ ശ്രദ്ധിച്ച് ആമേൻ പറയണമെങ്കിലും സൂക്ഷിച്ച്, ഞാൻ വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് ആമേൻ പറയത്തില്ല, കുരിശ് വരയ്ക്കത്തില്ല. അവർ എന്നെ നോക്കി അവൻ ഇവിടെ കിടന്ന് ആളാണെന്ന് എനിക്ക് അവർക്ക് തോന്നി കാണും. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് പോകാതിരിക്കുന്നത് നല്ലത്. ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ പാപമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപമല്ല, ദൈവമക്കൾക്ക് ഉചിതമല്ലാത്തതായ സ്ഥലങ്ങളാണ്, അൺകംഫർട്ടബിൾ സ്ഥലത്ത് പോകാതിരിക്കുന്നത് നല്ലത്. ഇനി കമ്മിങ് ബാക്ക് ടു അവർ സബ്ജക്റ്റ്, അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ കർത്താവ് പറയുകയാണ്, ഈ ഇവിടെ ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. ഞങ്ങളുടെ അടുത്ത് പല മെയിൻ ചില ഷോപ്പിംഗ് സെന്ററുകളുണ്ട്. അവിടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പല സാധനങ്ങളുടെയും സാമ്പിള് അവിടെ ടേസ്റ്റിന് അവിടെ കൊണ്ട് വെക്കാറുണ്ട്. കോസ്കോ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിൽ പല സ്ഥലങ്ങളിൽ ഇതിന് സാമ്പിൾ ഒരു ചെറിയ കപ്പിനകത്താണ് പല കപ്പുകളിലെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വയറിനകത്ത് ഭക്ഷണം. പക്ഷെ അത് അവരുടെ ഒരു പ്രോഡക്റ്റ് വിൽക്കാനാണ്. അവർ സാമ്പിൾ കഴിച്ചതിന് ശേഷം ഇന്ന വിലയാണ്, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ ശേഷം ഞാൻ അടുത്ത് അങ്ങ് നടന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭക്ഷണം വാങ്ങിച്ചെന്ന് അർത്ഥമാകുന്നില്ല, അത് കഴിച്ചെന്നും അർത്ഥമാകുന്നില്ല. അത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു അങ്ങ് പോയി. അതുപോലെയാണ് ഈ ആളുകൾ കടന്നു വന്നിട്ട് ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഒന്ന് കണ്ട് ഒരു നല്ല ഫീലിംഗ് ഉണ്ടായതിനു ശേഷം തിരിച്ചങ്ങ് പോകും. അങ്ങനെയുള്ള ആളുകൾ തിരിച്ച് പോകുന്നത് പാപമാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതിന്റെ 9ാമത്തെ വാക്യം നമ്മൾ വായിക്കാം. ഓക്കെ, 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്നത് എന്നാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അവര് മറ്റുള്ള യാഗങ്ങൾ പോകാതെ വണ്ണം അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അപ്പൊ ഇത് 2 കൂട്ടം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആ സ്ക്രീനകത്ത് നോക്കിയാൽ വളരെ ഇതായിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആളുകളും ഒരു കൂട്ടം ആളുകൾ, അവര് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരല്ല. അവർ ജസ്റ്റ് കേവലം വന്നും പോയിരിക്കുന്ന ആൾക്കാരാണ്. 9ാമത്തെ വാക്യത്തിൽ ഉള്ള ആളുകൾ അവര് ദൈവമക്കളാണ്, ദൈവസഭയിലുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനത്തിന് കാരണം ഉണ്ടാകും. പിന്നെ 10ാമത്തെ വാക്യം നോക്കാം. 10ാമത്തെ അധ്യായം, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കാനുള്ള കോപാഗ്നിമേ ഉള്ളൂ. ഇവിടെ ഓക്കെ, 32ാമത്തെ വാക്യത്തിൽ വീണ്ടും വേറൊരു കൂട്ടം ആൾക്കാരെ, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്ന ഒരു കൂട്ടാളികളുമായിരുന്നു. അപ്പൊ 32-33 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആളുകൾ ദൈവസഭയിൽ യഥാർത്ഥമായി നിന്ന് ദൈവമക്കളോടുകൂടെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളാണ്. മറ്റുള്ള ആളുകൾ വന്നും പോയും ഇരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ 2 കൂട്ടം ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, അങ്ങനെ മനഃപൂർവ്വം പാപം ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു മാനസാന്തരത്തിന് ഒക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്ന വളരെ ശ്രദ്ധിച്ചു നോക്കണം. ദാവീദ് ബത്ശേബയെ വേണ്ടി വ്യഭിചാര കുറ്റത്തിൽ
പെട്ടത് മനഃപൂർവ്വമായിട്ടാണോ ഇല്ലയോ? മുന്നമേ പ്ലാൻ ചെയ്ത് കരുതി കൂട്ടി ചെയ്തതാണല്ലേ. പിന്നെ എങ്ങനെ ദാവീദിന് രക്ഷയ്ക്കുള്ളതായ മുഖാന്തരം ഉണ്ടായത്? അതുകൊണ്ടാണ് പറയുന്നത്, ഹനനയാഗം നീ ഇച്ഛിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത വ്യഭിചാരത്തിനും ഞാൻ ചെയ്ത കൊലപാതകത്തിനും ഹനനയാഗവും ഹോമയാഗത്തിൻ്റെയും ഒരു പ്രതിവിധിയേ ഇല്ല പഴയ നിയമ ന്യായ പ്രമാണത്തിൽ. എന്നാൽ പറഞ്ഞിരിക്കുന്നത് ദാവീദ് അതിന് അപ്പുറമായിട്ട് കാൽവരി ക്രൂശിലേക്ക് ഉള്ള ഒരു ദർശനം കണ്ടുകൊണ്ടാണ് തനിക്ക് അവിടുന്ന് വിടുതലുണ്ടാകും എന്ന് താൻ പറഞ്ഞത്. യേശുവിനെ ക്രൂശിച്ചതായ യഹൂദന്മാര് മനഃപൂർവ്വമായിട്ടാണോ അല്ലയോ ചെയ്തത്? അവർ മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അറിയാതെ ചെയ്തൊന്നുമല്ല. എന്നാൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന വേളയിൽ പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ മനഃപൂർവ്വമായിട്ട് ചെയ്തിട്ടാണെങ്കിൽ തന്നെയും അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർ മാനസാന്തരത്തിന്റെ മുഖാന്തരം ഉണ്ടാകണമേ എന്ന് അവർ കർത്താവ് പ്രാർത്ഥിച്ചു. എന്നാൽ അവർ പറഞ്ഞു, ഈ പാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും ഇരിക്കട്ടെ എന്ന് അവർ ഏറ്റുവാങ്ങിയതാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. കർത്താവ് ക്ഷമിക്കാഞ്ഞതല്ല. ഒരു ഉദാഹരണം ഞാൻ ചോദിച്ചു നോക്കട്ടെ. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത് മനഃപൂർവ്വമായിട്ടാണോ അല്ലയോ? മനഃപൂർവ്വമായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവിനോട് കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ടുകയും വെള്ളത്തിന്മേൽ നടന്നതുമായ പത്രോസ് ഇവനെ ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സൗകര്യാർത്ഥം തൻ്റെ സ്കിൻ സേവ് ചെയ്യാൻ വേണ്ടി, തൻ്റെ കഴുത്ത് സേവ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞതാണ്, തള്ളിപ്പറഞ്ഞതാണ്. കർത്താവ് അവനെ തേടിപ്പോയി അവനോട് ക്ഷമിച്ചില്ലേ? ഇനിയും ഇത് അങ്ങനെയുള്ളവർക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ചില ആളുകളുടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഇതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പറയണം, മനഃപൂർവ്വമായിട്ട് പാപം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നിട്ട് പ്രസംഗം കേട്ട് യാതൊരു രക്ഷയില്ല, നിങ്ങളെ പൊയ്ക്കോണം, ബാക്കിയുള്ള ആൾക്കാർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ എന്താ പറയാത്തത്? സത്യമാ പാസ്റ്ററെ, സത്യമാ. ഈ പറയുന്ന ആൾക്കാർ തന്നെ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇത് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട സംഗതി, വചനത്തിലുള്ളതായ മർമ്മങ്ങൾ ശരിയായി അതിൻ്റെ സന്ദർഭോചിതം വായിക്കുകയും സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കി അത് വ്യാഖ്യാനിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ, മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാനും സാധിക്കുകയുള്ളൂ. പിന്നീട് കാണുന്നത് ദൈവത്തിൻ്റെ ദയ മാനസാന്തരത്തിലേക്ക് നമ്മളെ നടത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ നമുക്ക് നല്ല താല്പര്യം ഉണ്ടായി മാനസാന്തരത്തിലേക്ക് വന്നു എന്നുള്ളതല്ല. ഓക്കെ, റോമാലേഖനം 2:4-5 വാക്യങ്ങൾ, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി അല്ലെങ്കിൽ ദീർഘക്ഷമ എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ കോപമുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ചാരതിച്ചു വെക്കുന്നു. അപ്പോൾ ആളുകളുടെ സുവിശേഷം പറഞ്ഞ് അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നില്ല എങ്കിൽ, ഓരോ പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം നിരസിച്ചു കളയുമ്പോൾ, അത് വേണ്ട എന്ന് പറയുമ്പോൾ കുറേശ്ശെ അവരുടെ ഹൃദയം കഠിനമാക്കുകയാണ്. നമ്മളുടെ വിശ്വാസികളുടെ ജീവിതത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവേ എൻ്റെ ഹൃദയം കഠിനമാകുവാൻ കൊണ്ണം ഇടവരരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ ഹൃദ്യമായിട്ട് ആ വചനം കേൾക്കുവാൻ കൊണ്ടുള്ള കഴിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിൻ്റെ ദയ ആണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത്. ഹൃദയ കാഠിന്യം മാനസാന്തരത്തിന് തടസ്സമായിരിക്കുന്നു. ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗമാണ്. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത അല്ലെങ്കിൽ പശ്ചാത്താപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിൻ്റെ കോപം അതിനുവേണ്ടി ചരിതിച്ചു വയ്ക്കുന്നു എന്നാണ് വായിച്ചത്. ഇനിയും ചില ആൾക്കാരെ
ചില ഹൈപ്പർ കാൽവിനിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതിക്കാരുണ്ട്. ഹൈപ്പർ കാൽവിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ മാത്രമേ ദൈവം മാനസാന്തരപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെയല്ല പത്രോസ് പറഞ്ഞിരിക്കുന്നത്. 2 പത്രോസ് 3:9 പറഞ്ഞിരിക്കുന്നത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകാൻ തക്കണം ദൈവത്തിന് ആഗ്രഹമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു വാക്യം കൂടെ ഇതുമായിട്ട് ബന്ധത്തിൽ 1 തിമോഥെയോസ് 2:4 അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ ദൈവം സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്നും സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും ദൈവത്തിന്റെ ദാസന്മാരായ അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും വ്യക്തമായിട്ട് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഓവർവ്യൂ, വിഹഗ വീക്ഷണം എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയാം. വിഹഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി എന്നാണ്. പക്ഷി നോക്കുന്ന പോലെ ഓവർവ്യൂ. മാനസാന്തരം ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണ്. മാനസാന്തരത്തെ പിന്നീട് ആശയ വിശദീകരണം പറഞ്ഞു. അതിൻ്റെ 2 വാക്കുകളുടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. മാനസാന്തരം ദൈവികമായ ദുഃഖത്താൽ ഉളവാകുന്നു എന്ന് പഠിപ്പിച്ചു. മാനസാന്തരം അപ്പോസ്തോലിക ഉപദേശമാണ് എന്ന് ഞാൻ പഠിപ്പിച്ചു. ഇതിൻ്റെ ഒടുവിൽ നിങ്ങൾക്ക് ക്യാമറ ഉണ്ടെങ്കിൽ ഒരു ഷോട്ട് എടുത്ത് വെക്കാമെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. ദൈവത്തിൻ്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ഹൃദയകാഠിന്യം മാനസാന്തരത്തിന് തടസ്സമായിരിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളാണ് ഇതുവരെയും നാം മാനസാന്തരത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഞാൻ അല്പം ഒന്ന് പോസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരു ഷോട്ട് എടുക്കണമെന്ന്, ക്യാമറ ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം, പിന്നീട് നിങ്ങൾക്ക് ഉപയോഗമാകും. ഓക്കെ, പിന്നീട് ഒരു ചോദ്യം സാധാരണ ചെയ്തതിൽ ബാഹ്യമായ സ്വഭാവ നവീകരണം ഉള്ളത് കൊണ്ട് മാത്രം മാനസാന്തരം ഉണ്ടായെന്ന് പറയാൻ സാധ്യമല്ല. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, പണ്ട് ഞാൻ ദിവസവും കള്ളു കുടിച്ചാൽ വരത്തുള്ളൂ, ഇപ്പോഴേ ആഴ്ചയിലൊരിക്കൽ മാത്രമേ കള്ളു കുടിക്കുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാക്കി. ഓക്കെ, പണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ എല്ലാ ദിവസവും അടിക്കുമായിരുന്നു, ഇപ്പോഴേ വല്ലപ്പോഴും എൻ്റെ ദേഷ്യം അടക്കി വെക്കാൻ ഒക്കാതെ വരുന്നതിനെ മാത്രമേ അടിക്കത്തുള്ളൂ. അതൊരു സ്വഭാവ നവീകരണമാണ്. അത് മാനസാന്തരപ്പെട്ടില്ലേലും ഇതൊക്കെ സാധിക്കാനായിട്ട് കഴിയും. ഓക്കെ, അതാണ് കർത്താവ് പറയുന്നത് കപടഭക്തിയാണെന്ന്. സ്വഭാവ നവീകരണം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. എന്നാൽ സ്വഭാവ നവീകരണം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം മാനസാന്തരപ്പെട്ടു എന്ന് അർത്ഥമാകുന്നില്ല. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നു എന്ന് ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഇനിമേൽ എൻ്റെ കൈ കൊണ്ട് ഞാൻ അവിവേകമായുള്ള യാതൊരു കാര്യം ചെയ്യത്തില്ല. എൻ്റെ വാക്കുകൊണ്ട് ഞാൻ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ഒരു വാക്ക് പോലും പറയത്തില്ല. അതുപോലെ എല്ലാ വശങ്ങളിലും മൊത്തമായിട്ടുള്ള ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ മിക്കവാറും പുതിയ സൃഷ്ടിയാകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന മൂലഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ സ്പീഷീസ് ഓഫ് ബീയിങ് ദാറ്റ് ഹാസ് നെവർ എക്സിസ്റ്റഡ് ബിഫോർ. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ സൃഷ്ടി. ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, കർത്താവ് സകലവും പുതുതാക്കി തീർന്നിരിക്കുന്നു. ഒരു പുതിയ അനുഭവം, മൊത്തമായിട്ടുള്ള ഒരു നവീകരണം. ഒരു സ്വഭാവ രൂപീകരണമല്ല, ഒരു പൂർണ്ണമായുള്ള നവീകരണമാണ് മാനസാന്തരം കൊണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, കർത്താവ് 25 മുതൽ മത്തായി 23:25 മുതൽ വളരെ കഠിനമായുള്ള ലാംഗ്വേജാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാകുന്നു എന്ന് പറഞ്ഞാൽ ബാഹ്യമായി നോക്കുമ്പോൾ ആള് നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷ പറഞ്ഞാൽ കുട്ടപ്പനായിട്ടാണ് നടക്കുന്നത്. അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുടന്മാരായ പരീശന്മാരെ ദേവിയത് സഭകളിൽ നിന്നും പാസ്റ്റർമാരായിട്ടുള്ള ആളുകളും അല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്.
യേശുവിന് പറയാനുള്ള ലൈസൻസ് ഉണ്ട്. കാരണം യേശു മഹാപരിശുദ്ധനായ ദൈവമാണ്. കുരുടനായ പരീശനെ കിണ്ടികിട്ടങ്ങൾ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ അകം നിനക്ക് രൂപാന്തരം ആവശ്യമായിരിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രന്മാരും പരീശന്മാരുമായുള്ളവർ നിങ്ങൾക്ക് കഷ്ടം, വെള്ള തേച്ച് ശവക്കല്ലുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അപ്പോൾ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു. അതാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. പുറമേ സ്വഭാവ നവീകരണം എല്ലാം കാണുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷങ്ങളെ പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇയാള് മഹാപരിശുദ്ധനാണെന്ന് തോന്നിപ്പോകും. അല്പം കൂടെ അടുത്ത് കഴിയുന്നതിന് അറിയാം ഇയാൾ പറയുന്നത് പ്രൈസ് ദ ലോർഡാണോ അതോ വേറെ എന്തെങ്കിലും ലോർഡാണോ. നമ്മുടെ ഈ പുറമേ ഉള്ളതായ പ്രൈസ് ലോർഡ് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിനേക്കാളും ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ അകമേ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ മറ്റുള്ളവർ ഇവൻ ക്രിസ്തുവിനോട് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇവിടെ അല്പം ഒന്ന് പോസ് ചെയ്യാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ഫ്ലോർ ഓപ്പൺ ആക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇതിൻ്റെ ബാക്കിയുള്ളതായ ഭാഗം അടുത്ത ആഴ്ച നമ്മൾ കുറച്ചുകൂടെ നീതീകരണം എന്താണെന്നും ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ചിന്തിക്കുന്നതായിരിക്കും. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പഠിപ്പിച്ച വിഷയത്തെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള സാവകാശമുണ്ട്. അഥവാ സംശയമുണ്ട് എങ്കിൽ തന്നെ ഈ ക്ലാസ് ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പറഞ്ഞത് വാക്യങ്ങളും ഇതെല്ലാം വെച്ച് നിങ്ങൾ ഒന്ന് ഒരു പഠനം നടത്താൻ കേൾക്കുക മാത്രമല്ല, നിങ്ങൾ പഠിക്കണം. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ എന്നാലും ചോദിക്കാം, കുഴപ്പമില്ല. ഈ യോനായുടെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞത് 3:10 പറഞ്ഞത് അവിടെ അനുദപിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിലെ റിലന്റ് എന്നല്ലേ? റിലന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സലിഞ്ഞെന്നല്ലേ മലയാളത്തിൽ? അപ്പം റിലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശ്ചാത്താപം ഉണ്ടായെന്നാ. അനുദപിച്ചു എന്നുള്ളതാണോ? അപ്പൊ അത് കറക്റ്റ് അല്ലല്ലോ, അനുദപിച്ചു എന്നുള്ളത്. അപ്പൊ പശ്ചാത്താപം ഉണ്ടായി മനസ്സലിഞ്ഞെന്നുള്ളതല്ലേ? ദൈവത്തിന് മനസ്സലിവല്ല അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന റിലന്റ് എന്ന് പറഞ്ഞ പദപ്രയോഗം അത് തന്നെയാണ്. ഈ മറ്റു ചില ഭാഗങ്ങളിൽ ഒരു പശ്ചാത്താപം ഉണ്ടായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതിൽ ദൈവം അനുദപിച്ചു എന്ന് പറയുന്ന ഉണ്ട്. അപ്പം അങ്ങനെയുള്ളതായ പദപ്രയോഗങ്ങൾ പലപ്പോഴും അവിടെ കാണുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പെടുവാൻ തക്കണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആന്ത്രോപ്പോമോർഫിസം എന്നുള്ള പദപ്രയോഗം ഞാൻ പറഞ്ഞത്. ആന്ത്രപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ, മോർഫെ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. ആ മനുഷ്യന് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പെടുവാൻ തക്കണം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മാത്രം. ദൈവത്തിന് സകല സ്വഭാവങ്ങളും പണ്ട് മുതലേ അറിയാവുന്ന, ഇപ്പം ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് 100 വർഷത്തിന് മുമ്പേ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളെങ്ങനെ അനുദപിക്കുന്നേ? അപ്പൊ അതാണ് ഞാനും പറഞ്ഞത്. അപ്പം അത് മനസ്സലിഞ്ഞെന്നല്ലേ? അപ്പൊ അനുദപിച്ചെന്നല്ലല്ലോ. റിലന്റ് എന്നാണല്ലോ ഇംഗ്ലീഷില്. എന്ന് പറയുന്നത് അനുദപിച്ചു എന്നുള്ള പദപ്രയോഗം പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ പാസ്റ്ററെ. അതിനെക്കുറിച്ച് എനിക്ക് ആദ്യമായിട്ട് പറയാനില്ല. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിലയിൽ ഞാൻ വിശദീകരിച്ചത് മാത്രമേ ഉള്ളൂ. പാസ്റ്റർ, അതേ ഒരു കോൺട്രസ്റ്റ് ഉൽപ്പത്തിയിൽ 6 പറഞ്ഞിട്ടില്ലയോ? പിന്നെ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുദപിച്ചു എന്ന്. അപ്പം അതുകൊണ്ടാണ് ഈ ദൈവത്തിന് മനുഷ്യന്റെ സ്വഭാവം കണ്ടുകൊണ്ട് നേരെ ഭൂമിയെയും ഭൂമണ്ഡലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം സംഭവിക്കുന്ന ദൈവത്തിന് അറിയാല്ലേ. പിന്നെ പെട്ടെന്ന് നമുക്കാണ് പെട്ടെന്ന് ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ അയ്യോ അത് ചെയ്തത് കൊണ്ട്
പോഷത്തരമായി പോയി എന്ന് പറഞ്ഞ് അനുഭവിക്കുന്നത്. അപ്പൊ ഇത് എഴുതിയ മോശയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തതായ ആ വാക്ക് എന്ന് പറയുന്നത് അനുദപിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്തതിൽ ദുഃഖം ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അല്ല, ദൈവത്തിന് അനുദപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അത് എല്ലാം ചെയ്തതെല്ലാം തെറ്റിപ്പോയെന്നുള്ള നിലയിലുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. മനുഷ്യൻ ഇത് നിലയിൽ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു അയ്യോ പാവം തോന്നലാണ് ഉള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് പല ഭാഗത്ത് പറഞ്ഞാട്ടെ. അത് നിനിവേക്കാരോട് തോന്നിയ ആ കോണ്ടസ്റ്റ് അല്ലല്ലോ. അപ്പൊ ഇത് വേറെയല്ലേ? ആ നിനവക്കാര് എന്ന് പറയുന്ന അവരും ദൈവത്തിലേക്ക് തിരിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വരുത്തുവാനിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അത് റിവേഴ്സ് ചെയ്തു. അനുദപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ റിവേഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദൈവം ഒരിക്കലും മാറാത്തവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നെവർ ചേഞ്ചസ്. അപ്പൊ നമ്മൾ ലാസർ മരിച്ച വീട്ടിൽ വന്നപ്പോ യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയണ്ടല്ലോ. അതെ, അത് അർത്ഥം ഞാൻ മനസ്സിലാക്കിയ അവരെ അവിശ്വാസം മൂലമാണ് കർത്താവ് അങ്ങനെ പറഞ്ഞതെന്ന് എന്റെ ഒരു ഇത് അതാണ്. ശരിയാണോ പാസ്റ്ററെ? യേശുവിന്റെ കമ്പാഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ യേശു അവിടെ ദൈവം മനുഷ്യനായി വന്ന വ്യക്തിയാണ്. അപ്പൊ മാനുഷികമായിട്ടുള്ള എല്ലാ ഫീലിങ്ങും യേശുവിനുണ്ടായിരുന്നു. താൻ സ്നേഹിച്ചതായ ശിഷ്യനായ ലാസർ, താൻ സ്നേഹിച്ചതായ ഒരു ഫാമിലി, അവിടെ ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം ഉണ്ടായ സന്ദർഭത്തിൽ അവരുടെ ഫീലിംഗ്, അതാണ് എംപതൈസ് ചെയ്യുന്നത്. അവരോടൊപ്പം അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുകൊള്ളുക. ആ ഒരു അവസ്ഥയിലാണ് യേശു കരഞ്ഞത്. അവരുടെ അവിശ്വാസം കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവിശ്വസിക്കാന്ന് സാധാരണഗതിയിൽ സംഭവിക്കുന്ന സംഗതിയാണ്. അല്ലാതെ അവരുടെ അവിശ്വാസം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അവര് ഒന്നും ചെയ്യാതിരുന്നില്ല. എന്നാലും കർത്താവ് അവിടെ ചെയ്തു എന്നാണ് പറയുന്നത്. അത്ഭുതം പ്രവർത്തിച്ചു. അവിടെ ലാസിനെ പുറത്തു കൊണ്ടുവന്നു. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ അല്പമായ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അത് വകവെക്കാതെ വളരെ ശക്തമായ ക്ലാസ് എടുക്കുവാൻ ദൈവം തന്നെ സഹായിച്ചുവല്ലോ. ദൈവം വീണ്ടും തന്നെ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മൾ കേൾക്കുന്ന ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്ന് വൈകിട്ട് നമ്മുടെ പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാം. നാളെ വൈകിട്ട് തിയോളജിയുടെ ക്ലാസ് കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസ് എടുക്കുന്നതാണ്. നമ്മുടെ ഈ ദിവസങ്ങളിൽ കുറെ അറ്റൻഡൻസ് ഒക്കെ കുറയുന്നുണ്ട്. സ്ഥിരമായി കയറുന്നവരെയൊന്നും ഇപ്പം കാണുന്നില്ല. തിരക്ക് കൊണ്ടാണോന്ന് അറിയുന്നില്ല. എല്ലാവരെയും നിങ്ങൾ ഉത്സാഹിപ്പിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കിങ്ങനെ ദൈവവചനം പഠിക്കുവാനൊക്കെ ദൈവം തരുന്ന നല്ല സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക. ദൈവം എല്ലാവരെയും, നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ബാബു ജോർജ് പ്രാർത്ഥിച്ചാട്ട് അവസാനമായി കർത്താവിന്റെ ദാസന് ആശീർവാദം പറയും. ബാബു ജോർജ് പ്ലീസ് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, നന്ദിയോട് സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സർവ്വസപിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ദൈവമേ സമയം ഇങ്ങനെ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവേ ദൈവം ഇടയാക്കിയതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, അത് ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു തരുവാൻ അവിടുത്തെ ദാസനെ കർത്താവ് ബലപ്പെടുത്തതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങൾ കേട്ട എല്ലാ ദൈവവചനവും ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിന് പ്രകാരം ജീവിക്കുവാൻ കർത്താവെ തിരുമേനി ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എന്തിനു വേണ്ടി ദൈവം വിളിച്ചു എന്നുള്ളത് ഞങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് കർത്താവെ ദൈവസ്ഥലത്തിൽ ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു തരുവാൻ കർത്താവെ തിരുമേനി ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേത് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തിരുനാമത്തിന് വേണ്ടി വരും ദിവസങ്ങളിൽ ഞങ്ങളെയൊക്കെ കർത്താവ് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പറയുന്ന പോലെ ഞാനോ കുറയണം, നീ വളരണം. കർത്താവെ ഞങ്ങൾ കുറഞ്ഞ് ദിനംതോറും യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വളരുവാനും ദൈവം ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതിന് പ്രകാരം ഞങ്ങളായിത്തീരുവാൻ ഞങ്ങളെ തന്നെ കർത്താവെ ഇന്ന് സമർപ്പിക്കുന്നു. തിരുനാമം എല്ലാറ്റിനും മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവെ കേൾക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ പാസ്റ്റർ ലാലുവിനോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ശക്തിയോടെ ക്ലാസ്സുകൾ എടുത്തുള്ള പാസ്റ്റർ
റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസിനോട് നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയും നമുക്കായിരിക്കാം. ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളോടുകൂടെയും കടന്നു വന്ന എല്ലാ മക്കളോടുകൂടെയും ഇന്നോരേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവോട് എന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you. Have a blessed night. See you tomorrow. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കാണാം. God bless you. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you, sir. നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഏത് വേണം?